ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഏർലി ഹ്യൂമൻ ലൈഫ് എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം. ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. പ്രധാനമായിട്ടും ശിലായുഗങ്ങൾ 4 തരത്തിലാണുള്ളത്. അപ്പോൾ സ്റ്റോൺ ഏജ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. പാലിയോലിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം. നെക്സ്റ്റ് മീസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. അടുത്തത് നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം. ലാസ്റ്റ് കാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം. ഇത്തരത്തിൽ 4 ശിലായുഗങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പോർഷൻസിലേക്ക് നോക്കാം. 2 boys from Lascaux in northwest France set out with their dog for hunting rabbits. ലാസ്കോയിലുള്ള വെസ്റ്റ് ഫ്രാൻസിലുള്ള ആ സ്ഥലത്ത് നിന്ന് 2 ബോയ്സ് റാബിറ്റ്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വേട്ടയാടാൻ വേണ്ടി അവരുടെ ഡോഗുമായിട്ട് പുറപ്പെട്ടു. The dog disappeared while they were searching for rabbits in bushes and burrows. അവിടെ കുറ്റിക്കാടുകളിലൊക്കെ ഇവരിങ്ങനെ റാബിറ്റിനെ തിരഞ്ഞു നടന്നപ്പോൾ അവരുടെ ഡോഗിനെ കാണാതായി. Trying to track down the dog, the panic-stricken boys chanced upon a big cave. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഡോഗിനെ തിരഞ്ഞ് അവരെത്തിച്ചേർന്നത് ഒരു ബിഗ് കേവിൻ്റെ മുമ്പിലാണ്, ഒരു വലിയ ഗുഹയുടെ മുമ്പിൽ. വിച്ച് ഹാഡ് ഗോൺ അൺനോട്ടീസ്ഡ് ഫോർ സെഞ്ചുറീസ്. കാലങ്ങളായിട്ട് അത് അങ്ങനെ ആരും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഗുഹയായിരുന്നു. ദ സീൻസ് ഇൻ ദ കേവ് അസ്റ്റോണിഷ്ഡ് ദം. ആ ഗുഹയിൽ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. The walls of the cave were covered with multicolored paintings of horse, bison, ox, deer, etc. ആ ഗുഹയുടെ ഭിത്തികളിൽ അവർ കണ്ടത് പല തരത്തിലുള്ള കളർ കൊണ്ട് പെയിൻറ് ചെയ്ത കുതിരയുടെയും, ബൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാട്ടുപോത്തിൻ്റെയും കാളയുടെയും മാനിൻ്റെയൊക്കെ ചിത്രമായിരുന്നു ആ ഗുഹയുടെ ഭിത്തികളിൽ അവർ കണ്ടത്. They were the pictures drawn by the Paleolithic man. ഈ ചിത്രങ്ങൾ വരച്ചത് പാലിയോലിത്തിക് മാൻ ആണ്. ആ കാലഘട്ടത്തെ പാലിയോലിത്തിക് ഏജിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. Several such cave paintings can be seen in different parts of the world. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലത്തെ പല കേവ് പെയിൻറ്റിങ്സും ഗുഹാ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. This picture provide valuable information on the early human life. ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വിവരങ്ങൾ പണ്ട് കാലത്തെ അല്ലെങ്കിൽ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ പറ്റി ഈ ചിത്രങ്ങളിൽ നിന്ന്, ഈ കേവിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളിൽ നിന്നും നമുക്ക് കുറേയേറെ ഇൻഫർമേഷൻസ് ലഭിക്കും എന്നാണ് ഫസ്റ്റ് പേജിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. പാലിയോലിത്തിക് ഏജിനെ പറ്റി പഠിക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്. പിക്ചറുകൾ പരിശോധിക്കുക. These are the cave paintings drawn by Paleolithic man around 10,000 years back. 10,000 വർഷങ്ങൾക്ക് മുമ്പ് പാലിയോലിത്തിക് മാൻ വരച്ചിട്ടുള്ള ഗുഹാ ചിത്രങ്ങളാണ് ആ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിയ പിക്ചേഴ്സിലേക്ക്. ഗ്രൂപ്പ് ഡാൻസ്, ഭിംബേട്ക ഇന്ത്യയിൽ കണ്ടെത്തിയതാണിത് കേട്ടോ. പിന്നെ നമുക്ക് ഹണ്ടിങ്, അതും ഇന്ത്യയിലെ ഭീംബേട്കയിൽ കണ്ടുപിടിച്ചതാണ്. പിന്നെ പന്നിയുടെ ചിത്രമുണ്ടല്ലോ, അൾട്ടാമിറ സ്പെയിനിൽ കിട്ടിയതാണ്. പിന്നെ ബൈസൺ കാട്ടുപോത്തിൻ്റെ ചിത്രം ചോവെ ഫ്രാൻസിൽ നിന്ന് കിട്ടിയതാണ്. ഇതെല്ലാം ആ കണ്ടുപിടിച്ച സ്ഥലങ്ങളും അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലിയോലിത്തിക് മാന് വരച്ചിട്ടുള്ള ഗുഹാ ചിത്രങ്ങളാണ് ഇവയൊക്കെ. വൈ വെയർ ദേ ഡ്രോൺ ഇൻസൈഡ് ദ കേവ്സ്. അവരെന്തുകൊണ്ടായിരിക്കും കേവ്സിൻ്റെ അകത്ത് വരയ്ക്കുന്നത്?
വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്? ഈ കേവ് പെയിൻറ്റിങ്സിൻ്റെ, ഈ ഗുഹാചിത്രങ്ങളുടെ, ഈ കേവ് പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേവിലെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കതിലെ അവരുടെ എത്രമാത്രം കഴിവുള്ളവരാണ്, അല്ല അവരുടെ വൈദഗ്ധ്യം തന്നെ നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാവും ഇല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ കേവ് പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു അപ്പോൾ ആ കേവ് പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. കൂടുതലും ആനിമൽസിൻ്റെ പിക്ചറുകളായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു ദ കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചിരുന്നു. ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ്സ്. ഈ കളറുകൾ ഉണ്ടാക്കിയിരുന്നത്, ഈ കളറുകൾ അവരെങ്ങനെയായിരുന്നു നിർമ്മിച്ചിരുന്നത്? പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, ചെടികൾ പിഴിഞ്ഞുള്ള ചാറിൽ നിന്നും, പിന്നെ പൗഡേർഡ് ലാറ്ററൈറ്റ്സ്, ചെങ്കൽ പൊടികളും ഒക്കെ ചേർത്താണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള കളറുകൾ അവർ ഉണ്ടാക്കിയിരുന്നത്. ഇത്രയും കാര്യം കൂടെ അവിടെ ഒന്ന് എഴുതി ചേർക്കണം. What information about the life of the early man can be obtained from these pictures? ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലത്തെ അല്ലെങ്കിൽ ആദിമകാലത്തെ മനുഷ്യൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നത്? 100 ആനിമൽസ്, ആനിമൽസിനെ വേട്ടയാടിയിരുന്നു. കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അപ്പം കളക്റ്റീവ്ലി എൻഗേജ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് അവർ എൻഗേജ്ഡ് ആയിരുന്നു അല്ലേ. പിന്നീട് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ദേ ന്യൂ ദ ആർട്ട് ഓഫ് പെയിൻറ്റിങ് എന്നുള്ള ചിത്രകല വളരെ നന്നായി അവർ അറിഞ്ഞിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവും ഇല്ലേ. നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്തെ പോർഷൻ നോക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ്. ഈ കളറുകൾ ഉണ്ടാക്കിയിരുന്നത് ചെടികളുടെ നീരിൽ നിന്നും ചെങ്കൽ പൊടിയും ഉപയോഗിച്ചായിരുന്നു. In addition to the figure of bison and boar that you see in the given pictures. തന്നിരിക്കുന്ന ചിത്രത്തിൽ നമ്മൾ കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും ഒക്കെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ കുതിര, മാന്, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി എന്നിവയുടെയും ചിത്രങ്ങൾ പല ഗുഹകളിൽ കാണാൻ കഴിയുമായിരുന്നു. Animal fat was used as fuel for lightening in the caves where sunlight was insufficient. സൂര്യപ്രകാശം അധികമില്ലാതിരിക്കുന്ന സമയത്ത് ഗുഹകളിൽ വെളിച്ചത്തിനു വേണ്ടി മൃഗക്കൊഴുപ്പ്, ആനിമൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പ് ഉരുക്കി അത് ഫ്യൂവലായി ഉപയോഗിച്ചായിരുന്നു വെളിച്ചം കണ്ടെത്തിയിരുന്നത്. The pictures of hunting are the evidence for their planning of the hunting ground and the prey. എന്താണ് പറഞ്ഞത്? ഈ വേട്ടയാടലിൻ്റെ ചിത്രങ്ങൾ നമുക്ക് തരുന്ന തെളിവെന്ന് പറയുന്നത് ആദിമ മനുഷ്യർ അത്രമാത്രം പ്ലാനിങ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വേട്ടയാടൽ എവിടെ നടത്തണമെന്നും എന്താണ് ഇര വേണ്ടതെന്നുമുള്ള പ്ലാനിങ് അവർ നടത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ സീലിംഗ് ഓഫ് ദ കേവ്സ് ആസ് വെൽ. കേവിൻ്റെ സീലിങ്സിൽ വരെയും പിക്ചറുകൾ വരച്ചിട്ടുണ്ടായിരുന്നു. ദിസ് സ്റ്റാൻഡ്സ് ഇൻ എവിഡൻസ് ഫോർ ദ ഡെക്സ്റ്ററിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇതിൽ നിന്ന് ആദിമ മനുഷ്യൻ്റെ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാവും ഇല്ലേ. അപ്പം ഇത്രയും പറഞ്ഞ ഈ പാരഗ്രാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദിമ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ പെയിൻറ്റിങ്സ് എത്രത്തോളം വൈദഗ്ധ്യം നിറഞ്ഞതായിരുന്നു എന്ന് ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മാത്രം മതി. കേവ് പെയിൻറ്റിങ്സ് ആർ എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. സബ്സ്റ്റാൻഷിയേറ്റ്. എന്താണ് പറഞ്ഞത്? കേവ് പെയിൻറ്റിങ്സ് ആദിമ മനുഷ്യനെ പറ്റിയുള്ള ജീവിതത്തിൻ്റെ ഇൻഫോർമേഷൻസ് തരുന്ന സോഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമർത്ഥിക്കുക എന്നാണ് ചോദ്യം. നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം.
Cave paintings are a source of information about the early human life. ആദിമ മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സാണ് കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സ് ഷോസ് ദാറ്റ് ആനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് as fuel for lightening in the caves where sunlight was insufficient. സൂര്യപ്രകാശം ആവശ്യത്തിനില്ലാതിരിക്കുമ്പോൾ ഗുഹയിൽ വെളിച്ചത്തിനു വേണ്ടിയിട്ട് മൃഗക്കൊഴുപ്പ് ഉരുക്കിയായിരുന്നു ഫ്യൂവലായി ഉപയോഗിച്ചിരുന്നതെന്ന് ഈ പെയിൻറ്റിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസ് ഫോർ ദെയർ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രെയർ. ഈ വേട്ടയാടലിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും ഏത് ഇരയെയാണ് വേട്ടയാടുന്നതെന്നും ഉള്ള ഒരു പ്ലാനിങ് ഇവർ നടത്തിയിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനും ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. Pictures were drawn on the ceiling of the caves as well. എന്താണ് പറഞ്ഞത്? കേവ്സിൻ്റെ സീലിങ്ങിൽ വരെ അവർ പിക്ചറുകൾ വരച്ചിരുന്നു. This stands in evidence for the dexterity of early humans. ഇതിൽ നിന്ന് പെയിൻറ്റിങ്ങിലുള്ള ആദിമ മനുഷ്യരുടെ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ആദിമ മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ഒരു ഉപാധി തന്നെയാണ് എന്ന് നമുക്ക് സമർത്ഥിക്കാം. റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്, ashes, bones and skulls of animals, leftovers of fruits, vegetables and freshwater fishes were also discovered from the caves. കേവ്സിൽ നിന്ന് പിന്നെ എന്തൊക്കെ കണ്ടുപിടിച്ചു? റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്, അവശിഷ്ടങ്ങൾ, കുക്ക് ചെയ്ത ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ചാരം, എല്ലുകൾ, സ്കൾസ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ തലയോട്ടി, ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ഫ്രൂട്ട്സ്, ഉപയോഗിച്ച് കഴിഞ്ഞ പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രഷ് വാട്ടർ ഫിഷസ്, കായലിൽ നിന്ന് കിട്ടുന്ന മത്സ്യത്തിൻ്റെയൊക്കെ അവശിഷ്ടം നമ്മൾ ആ കേസിൽ നിന്ന് ഡിസ്കവർ ചെയ്തു. വാട്ട് ഇൽസ് ക്യാൻ വി കോംപ്രിഹെൻഡ് ഫ്രം ദം അബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ ഏർലി ഹ്യൂമൻ ലൈഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? ദേ കുക്ക്ഡ് ഫുഡ്, അവർ ആഹാരം പാകം ചെയ്ത് കഴിച്ചിരുന്നു. ദേ ഹണ്ടഡ് ആൻഡ് എയ്റ്റ് ഫ്ലഷ് ഓഫ് ആനിമൽസ്, വേട്ടയാടി ആ വേട്ടയാടിയ മൃഗത്തിൻ്റെ ഇറച്ചി തിന്നിരുന്നു. ദേ യൂസ്ഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് എക്സെട്ര ആസ് ഫുഡ്സ്, ആഹാരമായിട്ട് പഴങ്ങളും പച്ചക്കറികളും കായൽ മത്സ്യങ്ങളും ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി, പാലിയോലിത്തിക്കിലെ ആൾക്കാർ കൂട്ടമായിട്ടായിരുന്നു വേട്ടയാടിയിരുന്നത്. ദ സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദ ഗ്രൂപ്പ്, അതിൽ ശക്തരായവരായിരുന്നു ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. ദെയർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്, ലിംഗ വ്യത്യാസമില്ലാതെ ആണും പെണ്ണും ആ വർഗത്തിൽ എല്ലാവരും ഹണ്ടിങ്ങിന് ഇറങ്ങിയിരുന്നു. ദേ എയ്റ്റ് ദ ഫ്ലഷ് ഓഫ് ഹണ്ടഡ് ആനിമൽസ് ആൻഡ് കാർക്കേസസ്, വേട്ടയാടിയ കൊല്ലപ്പെട്ട മൃഗങ്ങളുടെ ഫ്ലഷും പിന്നെ ചത്ത അവശിഷ്ടമായിട്ടുള്ള കാർക്കേസസ് എന്ന് പറഞ്ഞാൽ മൃതാവശിഷ്ടങ്ങൾ എന്നാണ്, മരിച്ചുപോയ ചത്ത് കിടക്കുന്ന ജീവികളുടെ ഫ്ലഷും അത് കഴിച്ചിരുന്നു. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, വേട്ടയാടുന്നതിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ സ്റ്റോൺസ്, ശിലകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ദേ ഓൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി, പീസ് ഓഫ് വുഡ് എക്സെട്ര ആസ് വെപ്പൺസ്. പിന്നെ എന്തൊക്കെ വെപ്പൺസ് ഉപയോഗിച്ചിരുന്നു? എല്ലുകൾ, ആനിമൽസിൻ്റെ എല്ലുകൾ, ആനക്കൊമ്പ്, ഐവറി ആനക്കൊമ്പ്, പീസ് ഓഫ് വുഡ് തടിക്കഷ്ണങ്ങൾ ഒക്കെ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. ഹൈഡ് ആൻഡ് ബാർക്ക് വെയർ യൂസ്ഡ് as ക്ലോത്ത്സ്, മരത്തൊലികളും ഒക്കെ ആയിരുന്നു അവർ ക്ലോത്തായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദ ബോൺസ് ഓഫ് ആനിമൽസ് വെയർ യൂസ്ഡ് as നീഡിൽസ് ഫോർ സ്വീയിങ്, ആനിമൽസിൻ്റെ എല്ലുകളായിരുന്നു സൂചികളായി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു പാലിയോലിത്തിക് ഹ്യൂമൻസിൻ്റെ ഒരു ജീവിത ശൈലിയാണ് ഇവിടെ നമ്മൾ ആ പാരഗ്രാഫിലൂടെ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ ഫുഡ്, ഏതൊക്കെ വെപ്പൺസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് നായാട്ടിന് വേണ്ടിയിട്ട്, ഓക്കെ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പാലിയോലിത്തിക് മാൻ്റെ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ളത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
Can the Paleolithic age be termed as the age of hunters? Why? ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് പാലിയോലിത്തിക് ഏജിനെ നമുക്ക് ടേം ചെയ്യാമോ, പറയാൻ കഴിയുമോ? എന്തുകൊണ്ട്? ആൻസർ നോക്കാം. ദ റിമെയിൻസ് ഓഫ് സ്കൾ ആൻഡ് ബോൺസ് ഓഫ് ഹണ്ടഡ് ആനിമൽസ്. നമ്മൾ വേട്ടയാടപ്പെട്ട ആനിമൽസിൻ്റെ തലയോട്ടിയും എല്ലുകളും പിന്നെ റഫ് സ്റ്റോൺ ടൂൾസ്, പരുക്കനായ ശിലാ ഉപകരണങ്ങളും ആൻഡ് ദ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് ഇൻ ദ കേവ്സ് വെയർ പോയിൻ്റ് ദാറ്റ്. കേവുകളിൽ കാണപ്പെടുന്ന ആനിമൽസിൻ്റെ ചിത്രങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ നായാട്ട് അല്ലെങ്കിൽ വേട്ടയാടലുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ദ പാലിയോലിത്തിക് ഏജിനെ നമുക്ക് ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. There are several pieces of evidence for the technological advancement of early humans. പ്രാചീന മനുഷ്യരുടെ സാങ്കേതിക വിദ്യയിൽ അവർക്കുണ്ടായ മുന്നേറ്റത്തിന് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. The making of tools and their improvement helped them to attain such progress. ഇത്തരത്തിലുള്ള ഈ പുരോഗതി വരാൻ അവരെ സഹായിച്ചത് ഉപകരണങ്ങളുടെ നിർമ്മാണവും അതിൽ വന്ന ഇംപ്രൂവ്മെൻറ്റ്സുമാണ്. എ ഫ്യൂ ഓഫ് ദം ആർ ഗിവൺ ബിലോ. ചില കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴെ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിലെ പ്രാചീന മനുഷ്യരുടെ സാങ്കേതിക വിദ്യയിൽ അവർ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ തെളിവുകളാണ്. 6 പോയിൻറ്റ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഷുവറായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോർഷനാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഒന്നാമത്തത് സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർ മെയ്ഡ്. എന്താണ് പറഞ്ഞത്? ശിലാപ്രതിമകൾ, കല്ലുകളിൽ പ്രതിമകൾ ഉണ്ടാക്കി. ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡ് ഫ്രം ക്ലേ. കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപം ഉണ്ടാക്കി. വെസൽസ് വെയർ വോൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. മരനാരുകൾ കൊണ്ട്, മരത്തിലെ തൊലി അല്ലെങ്കിൽ നാര് ഉപയോഗിച്ച് വെസൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കി. Pictures were drawn on the bones and horns of animals and on caves and rocks. ചിത്രങ്ങൾ എവിടെയൊക്കെ കൊത്തി? ചിത്രങ്ങൾ വരച്ചത് എല്ലുകളിലും ആനക്കൊമ്പുകളിലും പിന്നെ ഗുഹകളിലും പാറക്കഷ്ണങ്ങളിലും ചിത്രങ്ങൾ വരച്ചു. Ornaments of ivory, bones, stones and shells were made. എല്ലുകളിൽ നിന്നും കൊമ്പുകളും പിന്നെ മുത്തുച്ചിപ്പിയിലെ ചിപ്പികളും സ്റ്റോൺസ്, കല്ലുകളും ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ലുകളിൽ നിന്ന് ഫ്ലൂട്ട് പോലെയുള്ള സുഷിരവാദ്യങ്ങൾ ഉണ്ടാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വാട്ട് ആർ ദ എവിഡൻസ് ഫോർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഏർലി ഹ്യൂമൻസ്. ആദിമകാലത്തെ മനുഷ്യരുടെ സാങ്കേതിക വിദ്യയിൽ അവർ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ തെളിവുകൾ എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നമ്മൾ അവിടെ എഴുതിയാൽ മതിയാവും. ക്ലിയർ ആയെന്ന് കരുതുന്നു. The field in which the Paleolithic man attained progress are listed below. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു പാലിയോലിത്തിക് മാന് കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവുകൾ പഠിച്ചു. ആ തെളിവുകളെ ആ ഫീൽഡ് അനുസരിച്ച് എക്സാമ്പിളായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്കൾപ്ചർ ചോദിച്ചിട്ടുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിലും വരുന്ന എക്സാമ്പിൾസുകൾ എഴുതി കോളം പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഫീൽഡ് സ്കൾപ്ചറിനകത്ത് നമുക്ക് ഏതൊക്കെ എഴുതാം അതിനകത്തിൽ നോക്കിയിട്ട്? സ്റ്റോൺ സ്റ്റാച്യൂസ് വെയർ മെയ്ഡ്, ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡ് ഫ്രം ക്ലേ, അത് സ്കൾപ്ചറിനകത്താണ് വരുന്നത്. പിന്നെ പെയിൻറ്റിങ്ങിനകത്ത് വരുന്നത് ഏതായിരുന്നു? പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. ഹാൻഡിക്രാഫ്റ്റിനകത്ത് വരുന്ന പോയിൻറ്റ്സാണ് ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ്, കരകൗശലത്തിൽ വരുന്നത്. അപ്പോൾ ആനക്കൊമ്പ്, എല്ലുകൾ, കല്ലുകൾ, ചിപ്പി എന്നിവയിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്.
വെസൽസ് വെയർ woven ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ, മരത്തൊലികളിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്, എല്ലുകളിൽ നിന്ന് ഫ്ലൂട്ട് പോലെയുള്ള സുഷിരവാദ്യങ്ങൾ ഉണ്ടാക്കുന്നവയെല്ലാം ഹാൻഡിക്രാഫ്റ്റിനകത്ത് വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ കോളത്തിൽ എഴുതി ചേർത്താൽ കോളം കംപ്ലീറ്റ് ആയി. എല്ലാവരും എഴുതി തന്നെ എടുക്കുക. സിമ്പിളായിട്ട് നമ്മളത് പൂരിപ്പിച്ചു. ഭീംബേട്ക ഇൻ മധ്യപ്രദേശ് ഈസ് എ റിമാർക്കബിൾ പാലിയോലിത്തിക് സൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റാണ് ഇന്ത്യയിലുള്ള മധ്യപ്രദേശിലെ ഭീംബേട്ക എന്ന് പറയുന്ന സ്ഥലം. റോക്ക് ഷെൽട്ടർ വാസ് ദ സേലിയൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ്. ഈ സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കല്ലുകൾ കൊണ്ടുള്ള വാസസ്ഥലങ്ങൾ ഉള്ളതാണ്. Besides Bhimbetka, there are several such sites in India that provide evidence for the Paleolithic human life. ഭീംബേട്ക കൂടാതെ ഇന്ത്യയിൽ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ തെളിവുകൾ തരുന്ന സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നാണ് നമ്മളിനി നെക്സ്റ്റ് നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഭീംബേട്ക മധ്യപ്രദേശിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോക്ക് ഷെൽട്ടറും ആണ്. മാർക്ക്ഡ് ഇൻ ദ മാപ്പ് ആർ ഫ്യൂ സൈറ്റ്സ് ഇൻ ഇന്ത്യ ഫ്രം വെയർ ദ എവിഡൻസ് ഫോർ പാലിയോലിത്തിക് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ വെയർ ഫൗണ്ട്. താഴെ തന്നിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഹ്യൂമൻ ഇൻഹാബിറ്റേഷന്, പാലിയോലിത്തിക് കാലഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരുന്ന വാസസ്ഥലങ്ങളുടെ തെളിവ് തരുന്ന സ്ഥലങ്ങളാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻ്റർനെറ്റ് and other sources of information, identify the present states where these sites are situated and complete the table. ഇൻ്റർനെറ്റിൻ്റെയോ മറ്റൊരു സോഴ്സുകളോ ഉപയോഗിച്ച് ഈ സ്ഥലങ്ങൾ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ടേബിളിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കപ്പോൾ ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഭീംബേട്ക, നർമ്മദ വാലി, നാഗാർജുന കൊണ്ട, ഹൻസ്ഗി, കർണൂൽ കേവ്സ്. അപ്പം ഇത്രയും സ്ഥലങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് എന്ന് നമുക്കൊന്ന് പൂരിപ്പിക്കാം. പാലിയോലിത്തിക് സൈറ്റും ഉണ്ട്, അത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് നമുക്ക് നോക്കാം. ഭീംബേട്ക നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, മധ്യപ്രദേശ്. നർമ്മദ വാലി മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശ്, ഹൻസ്കി കർണാടക, കർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശ്. ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഈ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് പഠിച്ചോളൂ കേട്ടോ. നമ്മൾ നെക്സ്റ്റ് യുഗത്തിലേക്ക് കടക്കുകയാണ്, മീസോലിത്തിക് ഏജ്. ഒബ്സർവ് ദ ടൂൾസ് ഇൻ ദ പിക്ചർ. ആ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് മീസോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, ഉപകരണങ്ങളുടെ ചിത്രമാണ്. അതിനെ ഒന്ന് നോക്കിയേ. അത് നോക്കിക്കഴിയുമ്പോൾ ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് പാലിയോലിത്തിക് ഏജിലെ ഉപകരണങ്ങളെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളത്? ഹൗ ആർ ദ ഡിഫറെൻറ്റ് ഫ്രം ദ ടൂൾസ് ഓഫ് ദ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ ഉപകരണങ്ങൾക്കുള്ളത്? അതിൻ്റെ ആൻസർ തൊട്ട് തന്നെ ഉണ്ട്, താഴെ തന്നെയുണ്ട്. ദേ ആർ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. കൂർത്ത അഗ്രങ്ങളും ഉള്ള കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഈ മീസോലിത്തിക് ഏജിലെ ഉപകരണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അണ്ടർലൈൻ ദ ഫസ്റ്റ് ലൈൻ. ദേ ആർ സ്മോൾ stone tools with sharp points. These types of tools were used in the period subsequent to the Paleolithic age. ഈ ടൂൾസുകൾ, ഈ ഉപകരണങ്ങൾ, കൂർത്ത അഗ്രമുള്ള കല്ലുകൾ കൊണ്ടുള്ള ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു വന്നിട്ടുള്ള യുഗത്തിലാണ്. ദിസ് ഏജ് ഈസ് നോൺ ആസ് ദ മീസോലിത്തിക് ഏജ്. ഈ യുഗത്തെ നമ്മൾ മീസോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ഈസ് ദ മീസോലിത്തിക് ഏജ് കോൾഡ് മൈക്രോലിത്തിക് ഏജ്? എന്തുകൊണ്ടാണ് മീസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്? നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഉത്തരം, പീപ്പിൾ യൂസ്ഡ് ഷാർപ്പ് ആൻഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഷാർപ്പായിട്ടുള്ള
കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു. അതിനാലാണ് ആ കാലഘട്ടത്തെ മൈക്രോലിത്തിക് ഏജ് എന്ന് കൂടി വിളിച്ചിരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ചെറിയൊരു ആൻസറാണ്, അതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ മതിയാകും. വാട്ട് വുഡ് ഹാവ് ബീൻ ദ യൂസ് ഓഫ് ദീസ് ടൂൾസ്? ഈ ഉപകരണങ്ങൾ കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണ്? ടു ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. കല്ലിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നു. ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ. ദൂരെയുള്ള ആനിമൽസിനെ വേട്ടയാടാൻ കഴിയുന്നു. ഫോർ ബ്രേക്കിംഗ് ഹാർഡ് ഐറ്റംസ്. കട്ടി കൂടിയ ഐറ്റംസ്, വസ്തുക്കൾ ബ്രേക്ക് ചെയ്യുവാൻ ഈ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഹണ്ടിങ് ബിക്കേം എക്സ്റ്റെൻസീവ് ഇൻ ദ മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് ഏജിൽ ഹണ്ടിങ്, വേട്ടയാടൽ വളരെ കൂടുതലായി നടന്നിരുന്നു. ആസ് എ റിസൾട്ട് മെനി ആനിമൽസ് ബിക്കേം എക്സ്റ്റിൻറ്റ്. അതിൻ്റെ ഫലമായിട്ട് കുറേ ആനിമൽസിന് വംശനാശം സംഭവിച്ചു. മാമൂത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് എ സ്പീഷീസ്. ഇതിനൊരു ഉദാഹരണമാണ് മാമൂത്ത്. മാൻ ഡിസ്കവേർഡ് ന്യൂ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പുതിയ തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ കണ്ടുപിടിച്ചു. ദ എയ്റ്റ് edible grass, dolphin, otter, whale, fishes and so on. അങ്ങനെ ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിന്, നീർനായ, ഓട്ടർ മീൻസ് നീർനായ, തിമിംഗലം, മത്സ്യങ്ങൾ എന്നിവയെല്ലാം അവർ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ആ പാരഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ പേജിൽ തന്നെ ഒരു കോളം നൽകിയിട്ടുണ്ട്, അതിലെ പോർഷൻ നോക്കാം. മാമൂത്ത് റിട്ടേൺ. മാമൂത്ത്സ് ഹു ബിലോങ് ടു ദ എലിഫൻറ്റ് ഫാമിലി. ആനയുടെ ഫാമിലിയിൽ വരുന്നതാണ് മാമൂത്ത്. ആ പിക്ചർ ഒന്ന് നോക്കിയേ. നീണ്ട കൊമ്പും രോമങ്ങൾ നിറഞ്ഞ ശരീരമൊക്കെ ഉള്ളതാണല്ലേ. ലീവ് അറൗണ്ട് 10,000 ഇയേഴ്സ് ബാക്ക്. 10,000 വർഷത്തിന് മുമ്പായിരുന്നു ഈ മാമൂത്തുകൾ കാണപ്പെട്ടിരുന്നത്. നൗ സയൻറ്റിസ്റ്റ് ആർ ട്രൈയിങ് ടു റിസെക്ട് ദ മാമൂത്ത് ത്രൂ ക്ലോണിങ്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ക്ലോണിങ് വഴി മാമൂത്തുകളെ പുനർജനിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് സയൻറ്റിഫിക് വെഞ്ചർ ഈസ് അറ്റംപ്റ്റഡ് ഓൺ ദ വെൽ പ്രിസർവ്ഡ് കാർക്കേസസ് ഓഫ് എ മാമൂത്ത് ഡിസ്കവേർഡ് ഡീപ്പ് അണ്ടർ ഐസ് ഫ്രം സൈബീരിയ ഇൻ 2013. 2013 സൈബീരിയയിൽ ഐസ് പാളികൾക്കിടയിൽ നിന്ന് അടിയിൽ നിന്ന് നമുക്ക് ഒരു കാർക്കേസസ് ഓഫ് എ മാമൂത്തിൻ്റെ ഒരു മൃതശരീരം ലഭിച്ചു. It has been confirmed that the liquid got from the carcass is blood. ആ മൃതശരീരത്തിൽ നിന്ന് കിട്ടിയ ലിക്വിഡ് ബ്ലഡ് ആണെന്ന് കൺഫേം ആക്കി. The scientist took forward to rescuing the mammoth with thick fur covered body and long tusk. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും നീണ്ട കൊമ്പും ശരീരം മുഴുവൻ രോമവുമായിട്ടുള്ള മാമൂത്തിനെ വീണ്ടും ക്ലോണിങ് വഴി ജീവിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോറി ഹെറിഡ്ജ് എന്ന പാലിയൻറ്റോളജിസ്റ്റാണ് ഈ എക്സ്പെരിമെൻറ്റിനെ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക. ടോറി ഹെറിഡ്ജ് എന്ന പാലിയൻറ്റോളജിസ്റ്റാണ് ഈ ഒരു ദൗത്യത്തിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ പോർഷനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. From the given figure, identify the progress in human life during the Mesolithic age. അവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ഹ്യൂമൻ ലൈഫ് മീസോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു ട്രീയുടെ രൂപത്തിലാണ് ആ ചിത്രം തന്നിരിക്കുന്നത്. അതിലെ ഓരോ ശിഖരങ്ങളും വട്ടത്തിൽ റൗണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? What are the progress in human life during the Mesolithic age? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് മീസോലിത്തിക് ഏജ്, അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം മീസോലിത്തിക് ഏജിലെ ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതിയാവും. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. സ്ഥിരതാമസത്തിന് തുടങ്ങി. അപ്പോൾ സ്ഥിരതാമസം ആരംഭിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? മീസോലിത്തിക് ഏജിലാണ്. രണ്ടാമത്, വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ. ദൂരെയുള്ള ആനിമൽസിനെ ഹണ്ട് ചെയ്യുവാൻ കഴിഞ്ഞു. ബോ ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. വേട്ടയാടുന്നതിന് അമ്പും വില്ലും ഉപയോഗിച്ചു. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്. നായകളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെൻറ്റ്സ് എക്സെട്ര.
ആഹാര പദാർത്ഥങ്ങളും ഉപകരണങ്ങളും ആഭരണങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാൻ, കൈമാറ്റം ചെയ്യുവാൻ ആരംഭിച്ചു. ലോക്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ. തടികൾ കൂട്ടിക്കെട്ടി ജലയാത്ര നടത്താൻ തുടങ്ങി. അപ്പോൾ 6 പോയിൻറ്റ്സാണ് മീസോലിത്തിക് ഏജിലെ ഹ്യൂമൻ ലൈഫിൽ വന്ന പ്രോഗ്രസ് ആയിട്ട് നമ്മളിവിടെ പഠിച്ചത്. എവിഡൻസ് ഫോർ ഹ്യൂമൻ ലൈഫ് ഇൻ ദ മീസോലിത്തിക് ഏജ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം വേരിയസ് കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. മീസോലിത്തിക് ഏജ് കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ തെളിവുകൾ തരുന്ന സ്ഥലങ്ങൾ യൂറോപ്പിലും വെസ്റ്റ് ഏഷ്യയിലെയും പല സ്ഥലങ്ങളിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. In India, such evidence have been found from Bagur in Rajasthan and Adamghat in മധ്യപ്രദേശ്. ഇന്ത്യയിൽ മീസോലിത്തിക് ഏജ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ തെളിവുകൾ ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ബാഗൂറും മധ്യപ്രദേശിലെ ആദംഘട്ടുമാണ്. നമ്മൾ ഇതേ വീഡിയോയിൽ തന്നെ പാലിയോലിത്തിക് ഏജിൻ്റെ സൈറ്റുകൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, മീസോലിത്തിക് ഏജുകൾ കാലഘട്ടത്തിലെ സൈറ്റുകൾ ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ബാഗൂറും മധ്യപ്രദേശിലെ ആദംഘട്ടുമാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കമ്പയർ ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ മീസോലിത്തിക് ഏജ് വിത്ത് ദാറ്റ് ഓഫ് ദ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൻ്റെയും മീസോലിത്തിക് ഏജിൻ്റെയും മനുഷ്യ ജീവിതത്തിനെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. പാലിയോലിത്തിക് ഏജിൽ എന്തൊക്കെ എഴുതാം? 100 ആനിമൽസ്, ഒബ്സർവ്ഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ്, ആനിമൽസിനെ വേട്ടയാടി ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒബ്സർവ് ചെയ്തു. എൻഗേജ്ഡ് ഇൻ ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്, കൂട്ടത്തോടു കൂടിയുള്ള എൻ്റർടൈൻമെൻറ്റിൽ എൻഗേജ്ഡ് ആയിരുന്നു. പൊസസ്ഡ് ആർട്ടിസ്റ്റിക് സ്കിൽസ്, ആർട്ടിസ്റ്റ് ചിത്രകലയിൽ വളരെയധികം വൈദഗ്ധ്യം കാണിച്ചിരുന്നു. യൂസ്ഡ് ടൂൾസ് വിത്ത് റഫ് സ്റ്റോൺസ്, പരുക്കനായ കല്ലുകൾ ഉപയോഗിച്ചുള്ള ടൂളുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മീസോലിത്തിക് ഏജിലേക്ക് വന്നപ്പോഴോ ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. 100 ഡിസ്റ്റൻറ്റ് ആനിമൽ ബൈ യൂസിങ് ബോws ആൻഡ് ആരോസ്, അമ്പും വില്ലും നായാട്ടിന് ഉപയോഗിച്ചു. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, നായയെ ഇണക്കി വളർത്തി. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്, സ്ഥിരതാമസമാക്കി. എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെൻറ്റ്സ് എക്സെട്ര, ആഹാരവും ഉപകരണങ്ങളും ആഭരണങ്ങളും എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു തുടങ്ങി. യൂസ്ഡ് സ്മോൾ ഷാർപ്പ് സ്റ്റോൺസ് വെപ്പൺസ്, ആയുധങ്ങളായിട്ട് ചെറുതും നല്ല കൂർത്തതുമായിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ലോക്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷന്, ജലസേചനത്തിന് തടികൾ കൂട്ടിക്കെട്ടിയായിട്ട് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഏജും മീസോലിത്തിക് ഏജിലെയും ആധുനിക മനുഷ്യരുടെ ജീവിത രീതികൾ കമ്പയർ ചെയ്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും പോർഷൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നോട്ടുകൾ എഴുതി തന്നെ എടുക്കുക, എളുപ്പം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സുകൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് വളരെ വേഗം തന്നെ എത്താം. അതുവരേക്കും എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കുക. താങ്ക് യു.